ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ പുതിയ ഒരു പരാതി കൂടിയുമായി ഒരാൾ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. സൽമാനാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സൽമാൻ, എന്താണ് തങ്ങളുടെ ഭാര്യയ്ക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരിതം? ലേബർ റൂമിൽ പ്രസവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഒറ്റയ്ക്ക്, അത് ഡോക്ടർമാരുടെ സപ്പോർട്ട് ഇല്ലാതെ വാർഡിൽ അവരെ പേഷ്യന്റ് ആയിട്ടാണ് നിൽക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഡോക്ടറിന്റെ പേഷ്യന്റ് ആയതിന്റെ പേരിൽ ഈ ഡോക്ടർ നമ്മളെ നോക്കുകയോ അല്ലെങ്കിൽ ഈ സമയത്ത് വേദന വരുന്നു, പ്രസവിക്കാൻ തോന്നുന്നു ഈ കൊച്ചു ആവശ്യപ്പെടുകയോ ഇവരെ കൈ കാണിച്ചു വിളിക്കുകയോ ചെയ്തിട്ട് ഒരു പുച്ഛത്തോടെ തിരിഞ്ഞു പോയി എന്നാണ് എന്നോട് പറഞ്ഞുള്ള എൻ്റെ അറിവ്. കാര്യം ഞാൻ ആ സാഹചര്യത്തിൽ ഇതിനകത്ത് കയറാനോ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാനോ എന്നുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല. അപ്പം 3 ദിവസം കഴിഞ്ഞ ശേഷം ഈ കൊച്ചിനെ പുറത്തു വന്ന സന്തോഷത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. 3 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മൾ വല്ലാണ്ട് ഒരു ഫീലിംഗിലായപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ഞാൻ എല്ലാ ഡോക്ടർമാരെയും വിളിച്ചു, നഴ്സുമാരെ വിളിച്ചു, അതിനകത്ത് ആരും എന്നെ നോക്കിയില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഞാൻ അവിടെ പ്രസവിച്ചതിന് ശേഷം എൻ്റെ ഉമ്മ വന്നപ്പോഴത്തേക്കും എന്നെ കണ്ട് അവർ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രസവം കഴിഞ്ഞു എന്ന്. അവള് പ്രസവിച്ച് വന്ന് മനസ്സിലാക്കുന്ന ആ സാഹചര്യത്തിലാണ് അവിടെ നിലവിളിച്ച്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാർ ഒരുമിക്കുകയും അവർ പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞുള്ള എൻ്റെ അറിവ്. അപ്പൊ ആ സമയത്തുണ്ടായ ഒരു മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നത് ഇതുവരെയും ആ കുട്ടിക്ക് വിട്ടുമാറിയിട്ടില്ല. പരാതി മെഡിക്കൽ സൂപ്രണ്ടിന് നൽകിയായിരുന്നു. മറ്റു പരാതികൾ ഞാൻ തയ്യാറാക്കിയെങ്കിലും ഞാൻ അന്ന് കൊടുത്തില്ലായിരുന്നു. കാര്യം ഇതിനൊരു നടപടി വരട്ടെ, എന്നിട്ട് മറ്റു മുകളിലോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ ഞാൻ എന്നിട്ട് വിചാരിച്ചു, ഡോക്ടറല്ലേ, നമ്മളൊരു ഡോക്ടറിന് ഒരുപാട് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ നിന്ന് ഒരു വാണിംഗ് കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്റെ സുഹൃത്തും എന്റെ നാട്ടുകാരനും എനിക്ക് അറിയാവുന്ന ആളിനുമാണ് ഇപ്പം നടന്ന സംഭവം ഉണ്ടായത്. ഞങ്ങൾ ഒരുമിച്ച് ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിനകത്ത് മുമ്പ് ഇറങ്ങി നിൽക്കുകയും പ്രതികരിക്കുകയും വേണമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പരാതിയായി മുന്നോട്ട് വന്നത്. എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വൈഫ്? എങ്ങനെയാണ്? വൈഫ് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എപ്പോഴും അവർക്ക് ചിന്തിക്കുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാണ്. ഞാൻ ഒറ്റയ്ക്ക് പ്രസവിക്കേണ്ടി വന്നു, എനിക്കൊരു സപ്പോർട്ടില്ല, എന്നെ ഏതെങ്കിലും സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പോരായിരുന്നോ, അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പോരായിരുന്നോ എന്നുള്ള നിരന്തരം എന്നോട് ഇങ്ങനെ. ഡോക്ടർ ശ്രദ്ധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഡോക്ടർ പുച്ഛത്തോടെ തിരിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുണ്ടായത്. ഈ പരാതിയിൽ നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇതിന് ഇപ്പോ ഈ ഉണ്ടായ പ്രശ്നം കൂടി ചേർന്നിട്ട് ഞങ്ങൾക്ക് എന്തായാലും ഇതിന് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് എന്നും ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് വേണ്ട. ഇതാണ് നമ്മുടെ തീരുമാനം. ഇത് തന്നെയാണ് ബിന്ദു സുന്ദറിനെതിരെ വീണ്ടും ഒരു പരാതിയാണ്. കാരണം അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ബിന്ദു സുന്ദറാണ്. പ്രസവ വേദന എടുത്ത ഭാര്യയെ നോക്കാൻ പോലും തയ്യാറായില്ല. വാർഡിൽ പ്രസവിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈ കുട്ടിയുടെ അമ്മ വന്ന് പറയുമ്പോൾ മാത്രമാണ് ഡോക്ടറും നഴ്സുമാരും ചേർന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നും തന്റെ ഒരു ദുരനുഭവമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. സൂപ്രണ്ടിനാണ് പരാതി നൽകിയത്. വാണിംഗ് എങ്കിലും കിട്ടിക്കോട്ടെ എന്നൊരു നിലയിൽ സൂപ്രണ്ടിന് പരാതി നൽകി. അപ്പോഴും പരാതിയിൽ നടപടിയെടുത്തില്ല. ഇപ്പോൾ തന്റെ സുഹൃത്തും അതുപോലെ തന്നെ നാട്ടുകാരനുമായ ആളുടെ കുട്ടിയാണ് ഇപ്പോൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ താൻ വീണ്ടും ഈ പരാതിയുമായി രംഗത്തേക്ക് എത്തിയത് എന്നാണ് സൽമാൻ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.